ഹായ് ഓൾ, ആപ്പിൾ ബി അക്കാഡമിയുടെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാത്തമാറ്റിക്കൽ ഏരിയയിലെ ഏജസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. സോ നമ്മൾ പലപ്പോഴും നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ കുറച്ച് നമ്മളെ കൺഫ്യൂസ് ചെയ്യിക്കുന്ന അല്ലെങ്കിൽ നന്നായിട്ട് അറിയത്തില്ലെങ്കിൽ നമ്മൾ കുറച്ച് കൺഫ്യൂസ്ഡ് ആയി പോകുന്ന ഒരു ഏരിയയാണ് ഏജസ് എന്ന് പറയുന്നത്. സോ ഏജസ് ആയിട്ട് റിലേറ്റ് ചെയ്ത് നമ്മളോട് 2023 ചോദിച്ചൊരു ക്വസ്റ്റൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ ക്വസ്റ്റനിലേക്ക് നമുക്ക് പോകാം. ദ പ്രസന്റ് ഏജ് ഓഫ് ഫാദർ ഈസ് ട്വൈസ് ദാറ്റ് ഓഫ് ഹിസ് സൺ. 6 years later, their ages will be in the ratio 11:6. Find the present age of son. Okay. So, ഇവിടെ നമുക്ക് കുറച്ച് ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ നമ്മളായിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടതുണ്ട്. സോ ഞാൻ ഫാദറിൻ്റെ ഏജിനെ ഞാൻ എഫ് എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഓക്കെ. ആൻഡ് സണ്ണിൻ്റെ ഏജിനെ എസ് എന്ന ലെറ്റർ കൊണ്ടും റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഇനി വീണ്ടും നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വരാം. ഇതവരുടെ പ്രസൻറ്റ് ഏജസ് ആണ് കേട്ടോ. അപ്പോൾ പ്രസൻറ്റ് ഏജിലേക്ക് നോക്കുകയാണെങ്കിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഫാദർ ഈസ് ട്വൈസ് ദാറ്റ് ഓഫ് ഹിസ് സൺ. അതായത് സണ്ണിനിപ്പോൾ 20 വയസ്സാണെങ്കിൽ ഫാദറിന് എത്ര കാണും? 40 കാണും. ട്വൈസ്, നേരെ ഇരട്ടി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഐ ക്യാൻ സേ എഫ് ഈസ് ഈക്വൽ ടു 2s. സോ ദിസ് ഈസ് മൈ ഫസ്റ്റ് ഇക്വേഷൻ. എഫ് എന്ന് പറയുന്നത് 2s ആണ്, അതായത് 2 ഇരട്ടിയാണ്. അച്ഛൻ്റെ ഏജ് എന്ന് പറയുന്നത് മകൻ്റെ 2 ഇരട്ടിയാണ്. സോ യു ക്യാൻ സേ എഫ് ഇസ് ഈക്വൽ ടു 2s. സെക്കൻഡ് സിറ്റുവേഷനിലേക്ക് നോക്കിയേ. 6 years later ദ ഏജ് വിൽ ബി ഇൻ ദ റേഷ്യോ 11:6. അപ്പോൾ 6 വർഷങ്ങൾക്ക് ശേഷം ഇവരുടെ ഏജസ് എങ്ങനെയാകും എന്നാണ് പറയുന്നത്? 11:6 എന്ന റേഷ്യോയിലേക്കാകും. സോ ആഫ്റ്റർ 6 years ശരിക്കും എന്താ സംഭവിക്കുന്നത്? 6 വർഷം കഴിയുമ്പോൾ ഫാദറിൻ്റെ ഏജ് എങ്ങനെ വരും? ഫാദറിൻ്റെ ഏജ് എന്ന് പറയുന്നത് യു ക്യാൻ സേ വിച്ച് ഇസ് f+6. ഓക്കെ. ആൻഡ് സണ്ണിൻ്റെ ഏജ് ആക്ച്വലി എന്താണ്? എസ് ആയിരുന്നു, s+6 ആവും അല്ലേ ആഫ്റ്റർ 6 years. സോ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എഫ് എന്ന് പറയുന്നത് 2s ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇത് ഫാദറിൻ്റെ ഏജ് ആണ് എന്നുള്ളതൊന്നുകൂടെ മെൻഷൻ ചെയ്തേക്കാം. ഇത് ഫാദറിൻ്റെ ഏജ്, ഇത് സണ്ണിൻ്റെ ഏജ്. ആഫ്റ്റർ 6 years f+6 ആൻഡ് ആഫ്റ്റർ 6 years ഇൻ കേസ് ഓഫ് സൺ വിച്ച് ഇസ് s+6. സോ ഇനി ഇവിടെ നമ്മൾ ഈ പറഞ്ഞൊരു ഇക്വേഷനെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം. എഫ് ഈസ് ഈക്വൽ ടു 2s എന്ന് പറയുന്നുണ്ട്. സോ എഫ് എന്ന് പറയുന്നത് 2sന് തുല്യമാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ ഇക്വേഷനെ ഇങ്ങനെ എഴുതും. എഫിൻ്റെ സ്ഥാനത്ത് ഞാൻ 2s ആഡ് ചെയ്യുന്നു. 2s+6. എഫിൻ്റെ അവിടെ 2s എന്നുള്ളത് ആഡ് ചെയ്യുന്നു. ആൻഡ് സെക്കൻഡ് ഇക്വേഷൻ ആ സെയിം തന്നെ, s+6. ഇനി നമ്മളോട് റേഷ്യോ എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? റേഷ്യോ ഇസ് 11:6. അപ്പോൾ ഇതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 11:6 ആണ്, അല്ലെങ്കിൽ 11/6 ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ നമുക്കത് എങ്ങനെ എഴുതാം? 2s+6 ഡിവൈഡഡ് ബൈ s+6 ഈസ് ഈക്വൽ ടു 11/6. ഇതല്ലേ അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്? ഇവരുടെ രണ്ടുപേരുടെയും കൂടെ 6 വർഷത്തിന് ശേഷമുള്ള വയസ്സ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അത് 11/6 എന്ന് പറയുന്ന പ്രൊപ്പോർഷനിലായിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ. സോ ഐ ക്യാൻ സേ 2s+6 ഡിവൈഡഡ് ബൈ s+6 ഈക്വൽ ടു 11/6. ഇവിടെ എന്തുകൊണ്ട് 2s വന്നു എന്ന് ചോദിച്ചാൽ ശരിക്കും 6 വർഷം കഴിയുമ്പോൾ അച്ഛൻ്റെ പ്രായം എന്ന് പറയുന്നത് f+6 ആണ് അല്ലേ? പക്ഷേ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എഫ് എന്ന് പറയുന്നത് 2sന് ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ എഫ് എന്നുള്ള സ്ഥാനത്ത് നമുക്ക് 2s എന്ന് എഴുതിയാൽ പോരെ? ഒരേ ലെറ്റേഴ്സ് വരുമ്പോഴല്ലേ നമുക്കത് ക്യാൻസൽ ചെയ്ത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുള്ളൂ. 2 അൺനോൺ വാല്യൂസ് വന്നാൽ അത് കൺഫ്യൂസിങ് ആണ്. അപ്പോൾ ഇവരെ തമ്മിൽ എങ്ങനെയും കണക്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്ന കാര്യം. സോ നമ്മൾ ഫൈനലി എങ്ങനെ വന്ന് നിൽക്കുന്നു? 2s+6 ഈസ് ഈക്വൽ ടു 6 ഡിവൈഡഡ് ബൈ s+6 ഈസ് ഈക്വൽ ടു 11/6. ഇനി നിങ്ങൾക്ക് ഇത് എന്ത് ചെയ്യാം? ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. സോ അപ്പോൾ അതെങ്ങനെ വരും? ലെറ്റ്സ് സീ. 6 into 2s+6. 6 into 2s+6 is equal to 11 into s+6 എന്ന് വരും. 11 into s+6. ഓക്കെ. ഇനി നമ്മളത് സോൾവ് ചെയ്താൽ മതി. 6നെ നമ്മൾ 2sലും മൾട്ടിപ്ലൈ ചെയ്യണം, 6 കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യണം. 6 into 2sഉം ചെയ്യണം, 6 into 6ഉം ചെയ്യണം. സോ 6 into 2s, 6 into 2 which is 12. So 12s plus 6 into 6 which is 36, which is equal to 11 into s, 11s plus 11 into 6, 66. Now നമുക്കിനി എസ്സിനെ എല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുവരാം. 12s plus 11s ആണ് അല്ലേ? അത് പോസിറ്റീവ് വാല്യൂ ആണ്. ഓപ്പോസിറ്റ് സൈഡ് വരുമ്പോൾ അത് നെഗറ്റീവ് വാല്യൂ ആകും. സോ 11s, 12s minus 11s. ഇനി ഇവിടെ ഓൾറെഡി 66 ഉണ്ട്.
ഈ നമ്പറിനെ നമ്മൾ ഓപ്പോസിറ്റ് സൈഡിൽ കൊണ്ടുവരുന്നു. +36 ആണ്. ഓപ്പോസിറ്റ് സൈഡ് വരുമ്പോൾ ദാറ്റ് വിൽ ബി -36. ഓക്കെ, സോ 12s - 11s ഈസ് ഈക്വൽ ടു 66 - 36. സോ 12s - 11s എന്ന് പറയുമ്പോൾ എത്ര വരും? വിച്ച് ഇസ് എസ്. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു 66 നിന്ന് 36 പോയി കഴിഞ്ഞാൽ എത്രയാണ്? വിച്ച് ഇസ് 30. ഓക്കെ, സോ ആക്ച്വലി നമ്മളോട് ഇവിടെ ചോദിച്ചിരുന്ന ചോദ്യം സണ്ണിൻ്റെ ഏജ് മാത്രമാണ്. സോ യു ക്യാൻ സേ കറക്റ്റ് ആൻസർ ഇസ് 30. ഇനി നമ്മളോട് വേണമെങ്കിൽ ചോദിക്കാം ഫാദറിൻ്റെ ഏജ് കൂടി എത്രയാണെന്ന് പറയൂ, ഫാദറിൻ്റെ പ്രസൻറ്റ് ഏജ് കൂടി എത്രയാണെന്ന് പറയൂ. എളുപ്പമല്ലേ? ഫാദറിൻ്റെ ഏജ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി ഇക്വേഷൻ എഴുതിയാണ്, വിച്ച് ഇസ് 2s. സോ അങ്ങനെയാണെങ്കിൽ 2 × 30 60 ആയിരിക്കും ഫാദറിൻ്റെ ഏജ് എന്ന് പറയുന്നത്. സോ നമ്മളോട് ചോദിച്ചിരുന്നത് സണ്ണിൻ്റെ ഏജ് മാത്രമേ ഉള്ളൂ. സോ കറക്റ്റ് ആൻസർ ഇസ് 30. നമ്മൾ അടുത്തൊരു ആപ്ലിക്കേഷനും കൂടെ പറഞ്ഞാണ്, ഫാദറിൻ്റെ ഏജ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് അതിനെ ഡബിൾ ചെയ്താൽ മതി, കാരണം 2s എന്നുള്ളത് നമ്മൾ പറഞ്ഞിരുന്നു. സോ അപ്പോൾ ഈ തരത്തിലുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾ എപ്പോഴും ഇവർ തമ്മിലൊരു റിലേഷൻ ഡെവലപ്പ് ചെയ്തെടുക്കണം. അതായത് ഈ ഒരു ഫോം ഓഫ് ഇക്വേഷൻസിലേക്ക് കൊണ്ടുവരാനും ഇത് തമ്മിൽ എങ്ങനെ ഇതിനെ സിമിലറൈസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു വാല്യൂ എങ്ങനെ ഒഴിവാക്കാം. ഒരൊറ്റ അൺനോൺ വാല്യൂ ഉണ്ടെങ്കിലാണ് നമുക്കത് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്നത്. സോ ആ രീതിയിൽ നിങ്ങൾ ചിന്തിച്ച് ചെയ്യുക എന്നുള്ളതാണ്. സോ ഒരു ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് തരാം. സോ ഹിയർ ഇസ് ദ ക്വസ്റ്റ്യൻ. എ മാൻ ഇസ് 30 years older than his son. 5 years ago his age was 6 times that the age of his son. So define the age of son. So ഇവിടെയും ഈ പറഞ്ഞാൽ ഇവിടെ ആ വ്യക്തിയുടെ ഏജ് എത്രയാണെന്ന് തന്നിട്ടുണ്ട്, അതുമായിട്ട് കണക്ട് ചെയ്ത് 6 times ആകുന്നു എന്ന് പറഞ്ഞു. ഇവിടെ നമുക്ക് 2 times ആയിരുന്നു. സോ there it is 6 times. സോ ഈ ഒരു രീതി നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് ആ തരത്തിലുള്ള ക്വസ്റ്റ്യൻസും വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാനായിട്ട് സാധിക്കും. സോ അത് നിങ്ങളായിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. സോ ഈ ഏരിയാസിലൊക്കെ നിങ്ങൾക്ക് എങ്ങനെ മാർക്ക് സ്കോർ ചെയ്യാം എന്നൊന്ന് ചോദിച്ചാൽ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഒരു സൊല്യൂഷൻ. മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. സോ കുറച്ച് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് തന്നെ ഒരു ഐഡിയ കിട്ടും, ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ ചെയ്യാം, ഈ രീതിയിൽ അതിനെക്കുറിച്ച് ചിന്തിക്കണം എന്നുള്ളൊരു തോട്ട് നിങ്ങൾക്ക് തന്നെ ഡെവലപ്പ് ചെയ്യണത് നമുക്ക് ചെയ്ത് വരേണ്ടതാണ്. സോ എത്ര ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാമോ അത്രത്തോളം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഐ ഹോപ്പ് ദിസ് വീഡിയോ വിൽ ഹെൽപ്പ് യു ഫോർ യുവർ പ്രിപ്പറേഷൻ. താങ്ക് യു ആൻഡ് ഹാപ്പി ലേണിംഗ്.